എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുകയല്ലേ? ഇന്ന് നമ്മൾ ചെയ്യുന്ന റെസിപ്പി നമ്മൾ വേസ്റ്റാക്കി കളയുന്ന മീൻ മുള്ളുകൊണ്ട് ഒരു കപ്പയും ചേർത്തിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റോട് കൂടിയ ഒരു വിഭവമാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് ചേർത്ത് കൊടുക്കാം. ഒരു മുക്കാൽ ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് ഉണക്കമുളകും കറിവേപ്പിലയുമാണ്. ഇതുകൂടെ ചേർത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് നമുക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണം. തേങ്ങാക്കൊത്ത് ചേർക്കാതിരിക്കരുത്. നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതൊരു ഭയങ്കരമായ ഒരു റെസിപ്പിയല്ല, എങ്കിലും വളരെ ടേസ്റ്റോടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. നമ്മൾ അച്ചാറിടാനൊക്കെ മീൻ വാങ്ങാറില്ലേ, അതിൽ നിന്ന് കിട്ടുന്ന മീൻ മുള്ളുകൊണ്ടാണിത് ചെയ്യുന്നത്. അപ്പം നമ്മുടെ തേങ്ങാക്കൊത്ത് ചെറുതായി ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി, ബ്രൗൺ കളറൊന്നും ആകണ്ട. ഇതിലേക്ക് നമ്മൾ ഒരു 10-20 ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചെറിയ ഉള്ളിയും ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ നിറമാകാൻ നിൽക്കണ്ട. ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പം ഞാനിത് അച്ചാറിടാനായി വാങ്ങിയ മീനാണ്. അതിൽ നിന്ന് മീൻ്റെ തലയോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. കഷ്ണമായിട്ടുള്ള ചൂരമീനാണ് ഞാൻ വാങ്ങിയത്. അതിൽ നിന്ന് നല്ല വലിയ മുള്ളുകളായിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ഉള്ളി ഇവിടെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് ഒന്ന് കീറിയത് ഇതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ മുള്ള് വെച്ചിട്ട് ഇവിടെ അങ്ങനെ മുള്ള് മാത്രമായിട്ട് നമ്മൾ കറി വെച്ചിട്ടുണ്ടല്ലോ, ആർക്കും അത്ര അങ്ങോട്ട് താല്പര്യമില്ല കേട്ടോ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് കുറച്ച് കപ്പ ചേർത്തിട്ട് നമുക്കൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചത് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം നല്ലതുപോലെ മാറി വരട്ടെ. അപ്പം ഞാൻ പെട്ടെന്ന് ആലോചിച്ച് നമുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു റെസിപ്പി ഉണ്ടാക്കിയാലോ, അല്ലെങ്കിൽ നല്ലൊരു വിഭവം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കപ്പ ചേർത്തിട്ട് ഈ ഒരു ഐഡിയ എനിക്ക് തോന്നിയത് കേട്ടോ. എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇങ്ങനെ ഒരു മീൻ വെച്ചിട്ട് ഇത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇനി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നെനിക്കറിയില്ല കേട്ടോ. അപ്പം നമ്മുടെ പച്ചമുളക് വഴന്ന് വന്നതിന് ശേഷം ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ മഞ്ഞൾപ്പൊടി ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നില്ലേ, ഏകദേശം ആ ഒരു രീതിയാണ്. പക്ഷേ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. എന്തായാലും നല്ല ടേസ്റ്റിൽ കഴിക്കാനായിട്ട് പറ്റിയൊരു വിഭവം തന്നെയാണിത്. ഒന്നും നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല. അപ്പോൾ അതാ ഈ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയുടെ കുറവുണ്ട്. അത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പുളിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 3 കഷ്ണം പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കുടംപുളി. അതാണ് ചേർത്ത് കൊടുത്ത്. ഇവിടെ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ 3 കഷ്ണം പുളി ചേർത്ത് കൊടുത്തു. അപ്പം നമ്മൾ ഈ കപ്പ ചേർക്കുന്നത് കൊണ്ട് ഇത്രയും പുളിയുടെ ആവശ്യമില്ല. ഒരു 2 കഷ്ണം പുളി ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തു. ഒരു 2 നുള്ള് ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപ്പും പുളിയും എങ്ങനെയുണ്ടെന്ന് നോക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ പുളി വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് പുളി കൂടുതലായിരിക്കുന്നു. ഞാൻ ഇതിന് 1 കഷ്ണം പുളി മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പുളി കപ്പയോടത്ര യോജിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നി കേട്ടോ. കപ്പ കഴിക്കുന്ന സമയത്ത് ഈ പുളിയുടെ അളവ് വളരെ നമ്മൾ സാധാരണ മീൻകറിക്ക് ചേർക്കുന്ന കുടംപുളി ഇതിന് നമ്മൾ ചേർക്കേണ്ടതായിട്ടില്ല. ഇതാ കണ്ടോ, നല്ല വലിയ മീനിൻ്റെ മുള്ള് തന്നെയാണ്. നന്നായിട്ട് ഞാനിത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ മുള്ള് മാത്രമല്ല, ഒരല്പം മാംസം കൂടെയൊക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പോഴേ നമ്മുടെ ഈ ഒരു കപ്പയ്ക്ക് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അതുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കെന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയൊരു റെസിപ്പി ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലത്. എന്തായാലും ഇത് ചെയ്ത് നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ലതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. ഇത് നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരല്പം കറിവേപ്പിലൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ. ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട് ഇത് വെച്ചിട്ട്. ഒന്ന് ഇളക്കി നോക്കുന്നുണ്ട്. ഇത് നമുക്ക് ധൈര്യമായിട്ട് തവി കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കാം. കാരണം എന്താണെന്നറിയോ, ഇത് നമ്മൾ കപ്പയുടെ കൂടെ ഇട്ട് കുഴച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് കുഴഞ്ഞു പോകും, അല്ല മീൻ പൊട്ടിപ്പോകും എന്നുള്ള പേടിയൊന്നും വേണ്ട. ധൈര്യമായിട്ട് നമുക്ക് തവിയിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ ഒന്നുകൂടി ഒന്നും അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരല്പം കൂടി, ഇത്രയും ഗ്രേവി നമുക്ക് വേണ്ട, അല്പം കൂടി ഒന്ന് ഈ ചാറ് ഒന്ന് വറ്റി വരണം. അപ്പം ഞാനിതാ കപ്പ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. നല്ലോണം വേകുന്ന കപ്പയാണ് കേട്ടോ ഇതിന് നല്ലത്. ഇത് നന്നായിട്ട് വേകുന്ന കപ്പയാണ്. കപ്പയുടെ ഇപ്പം എപ്പോഴും നമുക്ക് കപ്പയൊക്കെ കിട്ടുന്നതാണല്ലോ. അപ്പം നമുക്കൊന്നുകൂടി നോക്കാം നമ്മുടെ മീൻ കറി പാകത്തിന് വറ്റി വന്നിട്ടുണ്ടോ എന്ന്. ഇതായിപ്പോൾ നല്ല പാകമായിട്ട് മീൻ കറി വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കപ്പ ചേർക്കുന്ന ആ ഒരു ക്ലിപ്പ് മിസ്സായിട്ടോ. കപ്പ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് ഒരുപാട് അങ്ങോട്ട് കുഴിച്ച് ഉടച്ച് ചേർക്കേണ്ട കാര്യമില്ല. കുറച്ച് കഷ്ണമായിട്ട് കിടക്കുന്നത് നല്ലതാണ്. നന്നായിട്ട് നമ്മുടെ ഈ ഗ്രേവിയുടെ കൂടെ കിടന്ന് നല്ലതുപോലെ മിക്സ് ആകട്ടെ. ഈ തേങ്ങാക്കൊത്ത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നമ്മളിതിലേക്ക് കുറച്ച് സവോള അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ആ സവോളയും ഈ തേങ്ങാക്കൊത്തും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു അപാര ടേസ്റ്റാണ് കേട്ടോ കിട്ടുന്നത്. അതുകൊണ്ട് തേങ്ങാക്കൊത്ത് സ്കിപ്പ് ചെയ്യാതെ നമ്മൾ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ മുള്ള് നമ്മൾ ഒരുപാട് പേടിക്കേണ്ട, കാരണം നല്ല കട്ടിയുള്ള മുള്ളാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒരുപാട് പേടിക്കേണ്ട, പക്ഷേ ശ്രദ്ധയോടെ നമുക്ക് കഴിക്കണം. ഞാൻ ആ മുള്ള് എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. ഇതിൽ നല്ല കട്ടിയുള്ള മുള്ളാണ്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് സവോള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുകയാണ്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളിതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റിൽ അറിയിക്കാൻ മറന്നു പോകരുത്. എല്ലാം കൂടെ നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല കട്ടിയുള്ള മുള്ളാണ്. വളരെ ശ്രദ്ധിക്കണം. കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കണം. അവർ തീർച്ചയായിട്ടും കഴിക്കും, പക്ഷേ മുള്ള് ശ്രദ്ധിച്ച് കൊടുക്കുക മക്കൾക്കൊക്കെ. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നുന്ന ഒരു ഐറ്റം അല്ലേ ഇത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒന്നും നമ്മൾ വേസ്റ്റ് ആക്കാതെ എടുത്ത് ചെയ്തിട്ടുള്ള ഒരു വിഭവമാണ്. താങ്ക് യു.